കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ പരാതിയിൽ മണിപ്പൂർ സംവിധായകനെതിരെ പോക്സോ കേസെടുത്ത് എറണാകുളം സെൻട്രൽ പോലീസ്. 17 വയസ്സുള്ളപ്പോൾ ഇയാൾ മോശമായി പെരുമാറിയെന്നാണ് പരാതി. കേസ് മധ്യപ്രദേശ് പോലീസിന് കൈമാറും. നവമി ദിനേശ് ഉണ്ട് വിവരങ്ങളുമായി. നവമി, നേരത്തെ ഈ പരാതി വന്നിരുന്നതാണ്. ഇതിപ്പോൾ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്നുള്ളൊരു ബോധ്യമല്ലേ പോലീസിനുണ്ടായിരിക്കുന്നത്? മഞ്ജുഷ, നേരത്തെയായിരുന്നു ഈ വൈറൽ താരം, കുംഭമേളയിലെ വൈറൽ താരമായിട്ടുള്ള പെൺകുട്ടി കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തുമ്പോഴായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. അത് തനിക്ക് 17 വയസ്സുണ്ടായിരുന്നപ്പോൾ ആദ്യ സിനിമയുടെ സംവിധായകൻ, ദി ഡയറി ഓഫ് മണിപ്പൂരി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സനോജ് മിശ്ര തന്നെ ശാരീരികമായി ഉപദ്രവിച്ച് തന്റെ ശരീരത്ത് കടന്നു പിടിച്ചു. ഇത് തന്റെ കുടുംബത്തോട് പറഞ്ഞപ്പോൾ അവർ ആദ്യ സിനിമയല്ലേ എന്ന തരത്തിലുള്ള ഇത് വളരെ നിസ്സാരമായാണ് കണ്ടത്. പിന്നീട് ഇത് അവർക്ക് പണം മാത്രം മതിയായിരുന്നു എന്ന ഗുരുതര ആരോപണങ്ങളൊക്കെ ഈ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചി സെൻട്രൽ പോലീസിന് പെൺകുട്ടിയും ഭർത്താവും ചേർന്ന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി മധ്യപ്രദേശ് പോലീസിന് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സനോജ് മിശ്ര തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഈ പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല, ഇങ്ങനെയുള്ളൊരു കല്യാണം വളരെ മോശമാണ്, ഇനി തന്റെ സിനിമയിൽ ഈ പെൺകുട്ടിയെ അഭിനയിപ്പിക്കില്ല എന്നീ കാര്യങ്ങളായിരുന്നു പെൺകുട്ടിക്കെതിരെ സനോജ് മിശ്ര ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് പത്രസമ്മേളനത്തിൽ സനോജ് മിശ്രയ്ക്കെതിരെ ആഞ്ഞടിക്കുകയും തന്നെ ലൈംഗികമായി അദ്ദേഹം ചൂഷണം ചെയ്തു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പെൺകുട്ടി നടത്തുകയും ചെയ്തത്. എന്തായാലും പോക്സോ കേസാണ് ഇപ്പോൾ സനോജ് മിശ്രയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സനോജ് മിശ്രയ്ക്കെതിരെ നേരത്തെയും ഒരു ബലാത്സംഗ പരാതിയുണ്ട്. അതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് സംവിധായകൻ സനോജ് മിശ്ര. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.